ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم هل جزاء الإحسان إلا الإحسان ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ മുത്തഖീങ്ങളായി തഖ്വ ഉള്ളവരായി ജീവിക്കണം എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. സൂറത്തുൻ നഹ്ലിലെ അതായത് 16-ാമത്തെ അധ്യായം 90-ാമത്തെ വചനമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചത്. അള്ളാഹു കൽപ്പിക്കുന്ന 3 കാര്യങ്ങൾ. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, അള്ളാഹു തആല നീതി കൽപ്പിക്കുന്നു എന്നതാണ്. 2 കാര്യം കൂടി അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്. നീതിയുടെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് ഇഹ്സാൻ. ഒരു വേള നീതിയേക്കാൾ ഒരല്പം മുന്നിട്ട് നിൽക്കുന്നതാണ് ഇഹ്സാൻ. അതിന്റെ ഭാഷാർത്ഥം നന്മ ചെയ്യുക എന്നതാണ്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുക, ഗുണം ചെയ്യുക, പുണ്യം ചെയ്യുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നല്ലത് എന്നുള്ള അർത്ഥം. വിവിധ കലിമത്തുകൾ, പദങ്ങള് ഖുർആനിൽ വന്നിട്ടുണ്ട്. 153ഓളം സ്ഥലത്ത് ഖുർആനിൽ ഇഹ്സാനിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. നന്മയാണ്, നന്മ ചെയ്യണം, നന്മ ചെയ്യുന്നവരാകുന്നു, നന്മ ചെയ്യുന്നവരിഷ്ടപ്പെടുന്നു, അങ്ങനെ പറഞ്ഞിട്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാള് ഒരു സംഖ്യ കടം വാങ്ങി. എൻ്റെ അടുത്ത് നിന്ന് 1,00,000 രൂപ കടം വാങ്ങി. ഒരു മാസം കഴിഞ്ഞിട്ട് തരാം എന്ന് പറഞ്ഞു. തരുമ്പോ 1,10,10,000 രൂപ എനിക്ക് തിരിച്ചു തന്നു. 1,00,000 കടം വാങ്ങിയാൽ 1,00,000 തിരിച്ചു കൊടുക്കുക എന്നത് നീതിയാണ്. അത് നീതിയാണ്. പക്ഷെ ഒരു നിബന്ധനയുമില്ലാതെ, ഒരാളത് ആഗ്രഹിക്കാതെ, ഒരിക്കലും പ്രതീക്ഷിക്കാതെ, ഞാനൊരു ഇടങ്ങറായ സമയത്ത് എന്നെ സഹായിച്ച ആളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പൈസ അധികം കൊടുത്തു, വളരെ മനസ്സിന്റെ സന്തോഷത്തോടു കൂടി. അതിന് പറയുന്ന പേരാണ് ഇഹ്സാൻ. അത് പലിശയല്ല. അതൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഫർളും ഫർളിന്റെ സുന്നത്തും നമ്മൾ നിസ്കരിച്ചു. സാധാരണ നിലക്ക് ളുഹറിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കുന്ന ആൾ ഒരു 4 റക്അത്ത് നിസ്കരിച്ചു. 2 റക്അത്തെങ്കിലും നിസ്കരിക്കുക എന്നുള്ളത് ഒരു അദ്ലിന്റെ ഗണത്തിലാണ് വരുന്നത്, ഒരു നീതിയാണ്. പക്ഷെ 2 റക്അത്ത് കുറച്ച് അധികമായിട്ട് 4ഉം 2ഉം നിസ്കരിക്കാം. ഒരു 4 സ്ഥിരം നിസ്കരിക്കുന്നു എന്നത് അതിനോട് കാണിക്കുന്ന ഒരു നീതി, ഒരു ഇഹ്സാനാണ്. അപ്പൊ എല്ലാവരോടും കുറച്ചധികം കരുണ ചെയ്യുക, എല്ലാവരോടും കുറച്ചധികം സ്നേഹം കാണിക്കുക, ഉള്ളതിൽ ഉപരി, അത് ഇഹ്സാൻ എന്നാണ് അതിന്റെ പേരിൽ അറിയപ്പെടുന്നത്. ഖുർആനില് പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. 25 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അതിൽ 18 പേരുടെ പേര് സൂറത്തുൽ അൻആമിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അൻആം
അതിൽ 9 പ്രവാചകന്മാരുടെ പേര് രണ്ടാമത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. തിൽക ഹുജ്ജത്തുന ആതൈനാ അലാ ഇബ്രാഹിം തിൽക ഹുജ്ജത്തുന എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് വവഹബ്നാ ലഹു ഇബ്രാഹിം നബിയുടെ ചരിത്രം പറഞ്ഞിട്ട് വവഹബ്നാ ലഹു ഇസ്ഹാഖ വയഖൂബ് കുല്ലൻ ഹദൈന വനൂഹൻ ഹദൈന മിൻ ഖബൽ വമിൻ ദുർരിയതി ദാവൂദ വസുലൈമാന വയൂനുസ വഅയ്യൂബ വമൂസ വഹാറൂൻ. 9 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞത് കദാലിക നജ്സിൽ മുഹ്സിനീൻ എന്നാണ്. ഇഹ്സാൻ ചെയ്യുന്നവർക്ക് അങ്ങനെ ഞാൻ പ്രതിഫലം കൊടുക്കുമെന്ന്. ഇവരുടെ ചരിത്രം വ്യത്യസ്തമായ ദിശകളിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ യൂസുഫ് അലൈഹിസ്സലാമിന്റെ കഥ തന്നെ കഥയായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, ഏറ്റവും നല്ല ഇഹ്സാനുള്ള ഏറ്റവും നല്ല കഥയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിൽ 2 തവണ യൂസുഫ് അലൈഹിസ്സലാമിനെ പരിചയപ്പെടുത്തിയത് മുഹ്സിൻ എന്ന ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന ആളെന്നാണ്. ഒന്നാമത്തത് വലമ്മ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വഇൽമ, നല്ല പ്രായപൂർത്തിയായപ്പോൾ അദ്ദേഹത്തിന് നബുവത്ത് കൊടുത്തു, നല്ല വിവരവും തന്റേടവും ബുദ്ധിയും ഒക്കെ കൊടുത്തു. കദാലിക നജ്സിൽ മുഹ്സിനീൻ, അങ്ങനെയാണ് ഇഹ്സാൻ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹ് നൽകുക. നമ്മളറിയാത്ത മാർഗത്തിലൂടെ നമുക്ക് ഒരുപാട് ഫലങ്ങൾ അള്ളാഹു നൽകുമെന്നതാണ്. മറ്റൊരിടത്ത് സ്വപ്നം കണ്ട് 2 ആളുകൾ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിക്കാൻ വേണ്ടി, നല്ലതാണ് സൂറത്ത് യൂസുഫിന്റെ പരിഭാഷ ഒന്ന് വായിക്കണം, നല്ലതാണ്. അതില് ഇൻഷാ അല്ലാഹ് പറ്റെങ്കിൽ നമുക്ക് ഇവിടെ പറയാം. ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. 52ഓളം ഗുണപാഠങ്ങൾ തഫ്സീർ സഅദിൽ ഇമാം സഅദി റഹ്മഹുല്ലാ എടുത്തു പറഞ്ഞിട്ടുണ്ട്. യുവാക്കൾക്കുള്ള ഗുണപാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പൊ 2 ആൾ സ്വപ്നം കണ്ടിട്ട് യൂസുഫ് അലൈഹിസ്സലാമിന്റെ അടുത്ത് വന്ന് പറയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ടു. സ്വപ്നത്തില് 7 തടിച്ച പശുക്കൾ, 7 മെലിഞ്ഞ പശുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് വിശദീകരിക്കണില്ല. എന്നിട്ട് പറഞ്ഞത് നബ്ബിനാ ബിതവീലിഹി, ഇതിന്റെ വിശദീകരണം ഒന്ന് പറഞ്ഞു തരണം. ഇന്നാല നറാക മിനൽ മുഹ്സിനീൻ, നിങ്ങളൊരു മുഹ്സിനാണ്, നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നുണ്ട് എന്നാണ്. അപ്പൊ കൂട്ടത്തിൽ കണ്ടാൽ നമുക്ക് തിരിച്ചറിയില്ല. ഒരു പബ്ലിക് സദസ്സിൽ, പൊതു സദസ്സിൽ നമ്മൾ ചെന്നാൽ അള്ളാഹ് പറയണത് മുഹ്സിനായ മനുഷ്യരെ ആ സദസ്സിൽ നിന്ന് വേറിട്ട് മനസ്സിലാക്കാൻ പലർക്കും സാധിക്കും എന്നതാണ്. അതുകൊണ്ടാണ് ഇന്നാന നറാക്കാൻ വേണ്ടി മനുഷ്യൻ, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ് തോന്നുന്നുണ്ട്. നിങ്ങൾ എത്രയോ ആളുകളുണ്ട് അവിടെ. കൂട്ടത്തിൽ നല്ലൊരാളെ കണ്ടത്, ജയിലിൽ കണ്ടത്, തെരഞ്ഞെടുത്തത് യൂസുഫ് അലൈഹിസ്സലാമിനെയാണ് എന്ന് ഖുർആൻ പറയുന്നത്. അതൊരു മാന്യതയുടെ വലിയൊരു മുഖമാണ് അതിലൂടെ അദ്ദേഹം കണ്ടത്, നമുക്ക് കാണിച്ചു തരുന്നതാണ്. ഇബ്രാഹിം നബിയുടെ ചരിത്രം വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മകൻ അറുത്തത് പറഞ്ഞിട്ടുണ്ട്, കൂട്ടിക്കൊണ്ടായത് പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും. എന്നിട്ടും പറഞ്ഞത് വകദാലിക നജ്സിൽ മുഹ്സിനീൻ, ഈ മുഹ്സിനീങ്ങൾക്ക് അങ്ങനെയാണ് കൊടുക്കുക. വലിയ പ്രാധാന്യമുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബത്തിൽ, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ത്യാഗങ്ങളുടെ ചരിത്രമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹ് പറയുന്നത് കദാലിക നജ്സിൽ മുഹ്സിനീൻ, അങ്ങനെയാണ്. മൂസാ നബി അലൈഹി സ്വലാമിനെ പറ്റിയിട്ടും ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. ഫലമ്മാ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വഇൽമ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ആരെ പറ്റി പറഞ്ഞ പോലെ, യൂസുഫ് അലൈഹി സ്വലാമിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ മൂസ അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം സഹിച്ച ത്യാഗം അത്ര വലുതാണ്. ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മൂസ വ ഹാറൂൻ കൂട്ടി പറഞ്ഞിരിക്കുക. എന്നിട്ട് പറഞ്ഞത് കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ ഓതി നോക്കുമ്പോ ഒരുപാട് പ്രവാചകന്മാരുടെ സ്വഭാവങ്ങളും സംഭവങ്ങളും ഒക്കെ വിശദീകരിച്ച ശേഷം അതിന് അല്ലാഹു തആല നൽകുന്ന അടിക്കുറിപ്പ് കദാലിക നജ്സിൽ മുഹ്സിനീൻ എന്നാണ്. ഇങ്ങനെയാണ് മുഹ്സിനീങ്ങൾക്ക് പ്രതിഫലം കൊടുക്കുക എന്നാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ്, നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം, നന്മ ചെയ്യണം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അല്ലാഹു തആല നീതി ചെയ്യാൻ നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്.
വൽ ഇഹ്സാൻ, നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം. ഖാറൂൻ മുതലാളി കണ്ടമാന സ്വത്തുണ്ടായിരുന്നു. തന്റെ സ്വത്തുമായി അഹങ്കരിച്ച് നടന്നപ്പോ ഖാറൂൻ മുതലാളിയോട് അല്ലാഹ് പറഞ്ഞത് വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്. അല്ലാഹ് നിനക്ക് ഗുണം ചെയ്ത് നിന്നെ നല്ല രൂപത്തിൽ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നീ ജനങ്ങളോടും അങ്ങനെ ചെയ്യണം എന്നാ പറഞ്ഞത്. പക്ഷെ മൂപ്പരത് ധിക്കരിച്ചു. അപ്പൊ നമുക്കൊക്കെ ഒരു അനുഗ്രഹവും ഖൈറൊക്കെ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് പൂഴ്ത്തിവെക്കല്ല വേണ്ടത്. ഒരുപാട് ഇഹ്സാൻ ചെയ്യാനുള്ള സൗകര്യം കിട്ടും. ഇപ്പൊ ഗ്യാസ് കുറ്റിക്കൊക്കെ കിട്ടാക്കനെയാണ്. അതൊക്കെ പൂഴ്ത്തിവെക്കല്ല വേണ്ടത്. പട്ടിണി കിടക്കുമ്പോ എല്ലാവർക്കും ഒന്നിച്ച് പട്ടിണി കിടക്കാം. പ്രയാസപ്പെടുമ്പോ എല്ലാവരും ഒന്നിച്ച് പ്രയാസപ്പെടുത്തുക. സ്വാർത്ഥത മനുഷ്യനെ വളരെയധികം പ്രയാസപ്പെടുത്തുന്നുണ്ട്, വളരെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. സ്വാർത്ഥത ആരെന്തായാലും വേണ്ടില്ല, ഞാനും എന്റെ കുടുംബവും കുട്ടികളൊക്കെ സുഖമായിട്ട് ജീവിക്കണം എന്ന ചിന്ത ഇഹ്സാൻ ഇല്ലാത്തത് കൊണ്ടാണ്. മറിച്ച് നമുക്ക് അല്ലാഹു തആല ഒരു അനുഗ്രഹം തന്നു. വലിയ അസുഖമൊന്നുമില്ല, അത്യാവശ്യം ബുദ്ധിമുട്ടൊന്നും ഒന്നിനും വരുന്നില്ല. ഈ കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിൽ വിറകുണ്ട്, അടുപ്പുണ്ട്. ഒക്കെ ഒരു ഭാഗ്യാണ്. കാരണം അടുപ്പൊക്കെ ഒരു വീട്ടിൽ ഉണ്ടാക്കിയിടുക എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്ത് വലിയ ഭാഗ്യം. ആരും ഉണ്ടാക്കിയിട്ടില്ല. പുതിയ പേരുകളൊന്നും ഇല്ല എന്നൊക്കെ വേറെ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുക, വിറക് എത്തിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ വരുമ്പോ അത് വലിയൊരു പ്രശ്നമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യുദ്ധത്തെയും അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളെയും ഒക്കെ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഇഹ്സാനാക്കി മാറ്റാനുള്ള അവസരമുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. ഖാറൂൻ മുതലാളിയോട് പറഞ്ഞത് അങ്ങനെ, അല്ലാഹ് നിനക്ക് ഇഹ്സാൻ ചെയ്തതുപോലെ നീ അങ്ങോട്ടൊക്കെ കുറച്ച് അങ്ങോട്ട് ഇഹ്സാൻ ചെയ്യാൻ നോക്കണം എന്നാണ്. കാരണം ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. അള്ളാന്റെ ശ്രദ്ധ ഉണ്ടാകുക, അള്ളാഹ് ഏറ്റവും കൂടുതൽ പരിഗണിക്കുക ഇഹ്സാൻ ചെയ്യുന്ന ആളുകളെ. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. അല്ലാഹു തആല മുത്തഖീങ്ങളുടെ കൂടെ ഉണ്ടാകും. അല്ലാഹു തആല മുഹ്സിനീങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇന്ന റഹ്മത്തുല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. ഖുർആൻ പറയും, അള്ളാന്റെ കാരുണ്യം കിട്ടണോ, ഇഹ്സാൻ ചെയ്യണം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം. അപ്പൊ അല്ലാഹ് പറയാണ്, വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക വഅഹ്സിനൂ. ഖുർആനിൽ ഒറ്റ കൽപ്പനയുള്ളൂ, വഅഹ്സിനൂ. നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം, നന്മ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതിനേക്കാൾ അധികമായി, ഫർളിനേക്കാൾ നീതിയേക്കാൾ അധികമായി നിങ്ങൾ ചെയ്യണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലാഹു തആലാക്ക് മുഹ്സിനീങ്ങളെ ഇഷ്ടമാണ്. ഒരുപാട് സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ ഈ കാര്യം പറയും. അല്ലാഹുക്ക് ഇഷ്ടം, അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടുക, അതൊക്കെ ഇഹ്സാൻ ചെയ്യുന്നവർക്കാണ്. എങ്ങനെയൊക്കെ ഇഹ്സാൻ ചെയ്യണം? അല്ലാഹ് നമുക്ക് ഇഹ്സാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹു തആല നമുക്ക് ചെയ്തിട്ടുള്ള ഇഹ്സാൻ എത്രയാണ്. ഖുർആൻ പറയുന്നുണ്ട്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും നല്ല ആകാരത്തോടു കൂടിയാണ് മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖൽഖഹു വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ. എന്തിനൊക്കെ അല്ലാഹ് സൃഷ്ടിച്ചിട്ടുണ്ടോ ആ സൃഷ്ടിച്ചതിന്റെ സൃഷ്ടിപ്പിനെ നന്നാക്കി സൃഷ്ടിച്ചവനാകുന്നു അല്ലാഹു എന്നാണ്. നിങ്ങൾ ആലോചിച്ചു, വികൃതരായ ആളുകളുണ്ട്, ചെവി ഒട്ടിപ്പിടിച്ച ആളുകളുണ്ട്, കണ്ണിന് കാഴ്ചയില്ലാത്തവരുണ്ട്, ഒരു കണ്ണ് നഷ്ടപ്പെട്ടവരുണ്ട്, കാണുമ്പോൾ തന്നെ ഭീകരതയുള്ള മുഖമായി സൃഷ്ടിക്കപ്പെട്ടവരുണ്ടാവും. റയറായിട്ടുണ്ടാകും. അതൊക്കെ ഒരു പരീക്ഷണമാണ്. അതൊന്നും ഇല്ലാതെ തന്നെ അല്ലാഹു തആല നമുക്ക് തന്ന രണ്ട് കണ്ണ്, മൂക്ക്, അതിന്റെ അനുഗ്രഹങ്ങൾ, വലിയ കോറുങ്ങളൊന്നും ഇല്ലാതെ ഒരു കുട്ടിയെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹിന്റെ വലിയൊരു അനുഗ്രഹം. പ്രത്യേകിച്ചൊന്നുമില്ലാതെ സംസാരിക്കാൻ കഴിവുണ്ട്, കാഴ്ചയുണ്ട്, കണ്ണിന് കാഴ്ചയുണ്ട്, അത്യാവശ്യം ബുദ്ധിയുണ്ട്, വിളിച്ചാൽ റെസ്പോൺസ് ഉണ്ട്. ഇതൊക്കെ നല്ലൊരു സ്വഭാവമാണ്, നല്ലൊരു സൗകര്യമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അത് അള്ളാഹു ചെയ്തിരുന്ന ഇഹ്സാനാണ്. അള്ളാഹ് നമുക്ക് തരുന്ന വലിയ ഇഹ്സാനാണ്. ഇതിന് പകരം അങ്ങോട്ട് കൊടുക്കണം, വഹ്സിനു, നിങ്ങളും ഇഹ്സാൻ ചെയ്യണം.
എങ്ങനെയാണ് അള്ളാഹുവിനോട് ഇഹ്സാൻ ചെയ്യേണ്ടത്? ജിബ്രീൽ അലൈഹിസ്സലാം പ്രച്ഛന്ന വേഷനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും സദസ്സിൽ വന്നിരിക്കാൻ. ആർക്കും പരിചയമില്ലാത്ത ആളാണ്, അപരിചിതനാണ്. പക്ഷെ പരിചയമില്ലാത്ത ആളുകൾ വരുമ്പോൾ യാത്രാക്ഷീണമോ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാറുണ്ട്. അതൊന്നും അദ്ദേഹത്തിന്റെ മുഖത്ത് കാണില്ല. നബിന്റെ അടുത്തിരുന്നു. നബിന്റെ 2 കാൽമുട്ടിനോട് ചേർത്ത് വെച്ച്, തന്റെ കാലുമുട്ട് ചേർത്ത് വെച്ച് നബിന്റെ അടുത്തിരുന്നു എന്നാണ്. അറിവ് പഠിക്കാൻ അങ്ങനെ ഇരിക്കണം എന്നാണ്. നമ്മളൊക്കെ ഇപ്പോ യൂട്യൂബില് ഗ്രൂപ്പ് ഉണ്ടാക്കി കാണാം, ലാസ്റ്റ് ബെഞ്ച്. കുട്ടികൾക്ക് വലിയ താല്പര്യമില്ല, മാഷന്മാർക്കും താല്പര്യം. ലാസ്റ്റ് ബെഞ്ച് ഗ്രൂപ്പാണ്. അവരൊക്കെ എന്തെങ്കിലും പറ്റുള്ളത് വേറെ കാര്യം. അങ്ങനെ ലാസ്റ്റ് ബെഞ്ചില്ല, അത് ഒഴിവാക്കണം എന്നാണ് പുതിയ വിദ്യാഭ്യാസ സംസ്കാരങ്ങളൊക്കെ വന്നിട്ടുള്ളത്. വട്ടത്തിരിക്കുക, പിന്നെ ഓരോ ദിവസം ആളുകള് മാറിയിരിക്കുക. അതൊക്കെ ഇപ്പൊ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇന്നിരിക്കുന്ന ബെഞ്ചിന്റെ സിസ്റ്റം അല്ല നാളെ ഇരിക്കുക. കാരണം ലാസ്റ്റ് ബെഞ്ചേഴ്സ് എന്ന് പറയുന്നത് പഴയ കാലത്തെ ഒരു വല്ലാത്ത ഒരു എന്തായാലും കുട്ടികളുടെ ഭാഷയെ പറഞ്ഞ ഒരു വൈബാണ്. അപ്പോ അങ്ങനെയല്ല ഇരിക്കേണ്ടത്. ഇൽമു പഠിക്കാൻ, അറിവ് പഠിക്കാൻ. അതല്ല ജുമാക്ക് പ്രത്യേകത ഉണ്ടല്ലോ. വന്നോര് ഓരോ മുക്കി കുത്തിരിക്കലല്ല. ഉറങ്ങാൻ പറ്റിയ സ്ഥലം നോക്കിയിട്ട് അവിടെ പോയിരിക്കല സാധാരണ നമ്മളെ പള്ളിക്കൊക്കെ. പിന്നെ കമ്മിറ്റിക്കാരൊക്കെ ആണെങ്കിൽ ഓരോരോ വാതിലിന്റെ മുക്കുണ്ടാവും, മറ്റൊരു തൂണ്ട്, അവിടെ ആരും കുത്തിരിക്കും. ഓൻ വന്നില്ലെങ്കിൽ അവിടെ ഒഴിഞ്ഞടക്കും. അങ്ങനെയല്ല, മുന്നിൽ ഇരിക്കുക എന്നതാണ്. ഏറ്റവും മുന്നിൽ ഇരിക്കുക. മുന്നിൽ നിന്ന് സെഫ് കെട്ടിപ്പോവുക. പെണ്ണുങ്ങളാണെങ്കിൽ പിന്നിന്ന് സെഫ് കെട്ടി ഇങ്ങോട്ട് വരണം. അത് വേറെ വിഷയം. അപ്പോ നബിന്റെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കാൻ, അടുത്ത് ഇങ്ങനെ വന്ന് ശ്രദ്ധാപൂർവ്വം ഇരുന്നിട്ട് ചോദിക്കാം, മൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം കാര്യം പഠിപ്പിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, 5 കാര്യം. എന്താണ് ഈമാൻ? അപ്പൊ നബി പറഞ്ഞു, ഈമാൻ കാര്യം പഠിപ്പിച്ചു. തുഅ്മിനു ബില്ലാഹി വമലായികതി വകുതുബിഹി റസൂലി, അത് പഠിപ്പിച്ചു. വമൽ ഇഹ്സാൻ, 2 കൈ. വമൽ ഇഹ്സാൻ. അപ്പൊ ഇഹ്സാൻ എന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെയും ഈമാനിന്റെയും മുകളിലാണ്. മനസ്സിലാക്കണം, ഇസ്ലാമിന്റെയും ഈമാനിന്റെയും മുകളിൽ നിൽക്കുന്നതാണ് മനുഷ്യനോട് ഇഹ്സാൻ ചെയ്യുക എന്നുള്ളത്. മുസ്ലിമായ പോരാ. ഖുർആൻ പറയുന്നുണ്ട്, ഖാലത്തിൽ അറാബു ആമന്ന, അറാബുകൾ പറഞ്ഞു ഞങ്ങളൊക്കെ വിശ്വാസികളായിരിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, വലാകിൻ ഖൂലു അസ്ലംന, നിങ്ങൾക്ക് ഇസ്ലാമേ ഉണ്ടായിട്ടുള്ളൂ. ഇസ്ലാം ഒന്നും കൂടി ശക്തി ആർജിക്കണമെങ്കിൽ അതിനനുസരിച്ച് ഈമാൻ ഉണ്ടാവണം. കേവലം പ്രവർത്തനങ്ങളാണ് ഇസ്ലാം. ഈമാൻ അതിലേറെ വലുതാണ്, അതിലും വലുതാണ് വമൽ ഇഹ്സാൻ. എന്താണ് ഇഹ്സാൻ? അപ്പോ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇല്ലം യകുൻ തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ അല്ലാഹുവിനെ ആരാധിക്കുക. നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ കാണുന്നുണ്ടല്ലോ. ഇതാണ് ഇഹ്സാൻ. നമ്മുടെ ആരാധനാ കർമ്മങ്ങളൊക്കെ റബ്ബിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് പോലെ, റബ്ബിനെ ഞാൻ കാണുന്നു എന്ന രൂപത്തിൽ നമ്മുടെ നിസ്കാരവും നോമ്പുകളും ഹജ്ജുകളും നമ്മുടെ ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും ഒക്കെ ചിട്ടപ്പെടുത്തുക എന്നതാണ് അള്ളാഹുവിനെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഇഹ്സാൻ. അതാണ് അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്. കാരണം അള്ളാഹ് നമ്മളെ കാണുന്നുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അല്ലാഹു ഉണ്ടല്ലോ. ഇദാ മാ ഖലൗത അദ്ദഹറ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു. നീ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടാൽ ഞാൻ ഒറ്റക്കാണ് എന്ന് നീ വിചാരിക്കണ്ട, എന്നെ നിരീക്ഷിക്കാൻ റബ്ബുണ്ട് എന്ന് മനസ്സിൽ വരണം. കാരണം ഒറ്റക്കിരിക്കുന്നവരിൽ നിന്നാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. കുട്ടികളുടെ പ്രേമം നടക്കുന്നത് മൊബൈലുമായി ഒറ്റപ്പെട്ടിരിക്കുമ്പോഴാണ്. നമുക്കൊക്കെ വേണ്ടാത്ത ചിന്തകൾ ഉണ്ടാകുന്നത് ഒറ്റപ്പെട്ടിരിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ കുടുംബവും കൂട്ടുകാരും നാട്ടുകാരും ഇല്ലാതെ ഒറ്റയ്ക്ക് എവിടേക്കെങ്കിലും ടൂറോ മറ്റോ യാത്രകളോ ചെയ്യുമ്പോഴാണ് നമ്മുടെ തനിരൂപം പ്രകടമാകുന്നത്. അങ്ങനെ പാടില്ല. നീ എവിടെയാണെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നു എന്നൊരു ധാരണ നിനക്കുണ്ടാവണം. അതാണ് ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. റബ്ബ് നമ്മളെ കാണുന്നു. അപ്പോ അത് നമ്മൾ ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട ഇഹ്സാൻ അതാണ് റബ്ബിനോട് ചെയ്യേണ്ടത്. നമ്മുടെ ആരാധനാകർമ്മങ്ങൾ കുറ്റമറ്റതാവും. ഇല്ലേ, ഒരാൾ കാണുന്നുണ്ട് എന്നറിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ നന്നാക്കും. ദുനിയാവിൽ അങ്ങനെ തന്നെയല്ലേ.
മുതലാളി വരുന്ന ദിവസം സൂപ്പർ മാർക്കറ്റ് നന്നാവും. മുതലാളി റൂമിലുണ്ട് എന്ന വിചാരം ഉണ്ടെങ്കിൽ അന്ന് സൂപ്പർ മാർക്കറ്റ് ഗംഭീരമായി പ്രവർത്തിക്കും. മുതലാളി 4 ദിവസം പർച്ചേസിന് പോയിക്കണമെന്ന് അറിഞ്ഞാല് പലരും ഉഴപ്പും. എല്ലാരും അല്ല പറയണേ, പലരും ഉഴപ്പും. ആരും കാണാനില്ലല്ലോ, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. റബ്ബ് കാണുന്നുണ്ട് എന്ന് വിചാരിക്കും. അതാണ് ഒന്നാമത്തെ ഇഹ്സാൻ. പിന്നെ മനുഷ്യരോട് ഇഹ്സാൻ ചെയ്യാം, സ്വന്തത്തോട് ഇഹ്സാൻ ചെയ്യാം. ഇൻ അഹ്സൻതും അഹ്സൻതും ലിഅൻഫുസികും. നിങ്ങൾ എന്തെങ്കിലും ഇഹ്സാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ സ്വന്തത്തോട് ഇഹ്സാൻ ചെയ്യണം. സ്വന്തത്തോട് എന്തൊക്കെ ചെയ്യണം? നമ്മുടെ ശരീരത്തിന് അപകടമാകുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. അള്ളാഹിനോട് ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒരു കാര്യത്തിലും നമ്മൾ ഏർപ്പെടാൻ പാടില്ല എന്നതാണ്. നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ നമ്മുടെ കണ്ണിനെ, നമ്മുടെ കാതിനെ, നമ്മുടെ ചെവിയെ, നമ്മുടെ മനസ്സിനെ ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം. അത് നമ്മുടെ ശരീരത്തിനോടുള്ള നമ്മുടെ ഇഹ്സാനാണ്, നന്മ ചെയ്യുക. ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ പാടില്ല. വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക. സ്വയം നാശത്തിലേക്ക് ബീഡി വലിച്ച്, കള്ള് കുടിച്ച്, മോശമായ ഭക്ഷണം കഴിച്ച് നമ്മുടെ ശരീരത്തെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും ഇഹ്സാൻ ചെയ്യും. ഇഹ്സാൻ അതിന്റെ പരമാവധി എത്തുക എന്നത് വളരെ അത്യാവശ്യമാണ്. പരമാവധി ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകരുത്. അഹ്സിൻ ഇലന്നാസി തസ്തഅബിദ് ഖുലൂബഹും. നീ ജനങ്ങൾക്ക് ഇഹ്സാൻ ചെയ്തുകൊണ്ടിരിക്കുക. തസ്തഅബിദ് ഖുലൂബഹും. ഇത് ഇലക്ഷൻ കാലത്ത് മാത്രം ചെയ്യാനുള്ളതല്ല. നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു. ഇലക്ഷൻ കാലത്ത് മാത്രം കുറച്ച് ഇഹ്സാൻ ചെയ്താൽ, ഇന്നലെ ഞാൻ മനോഹരമായ ഒരു കഥ വായിച്ചു. ആരൊരു സുഹൃത്ത് അയച്ചെന്ന്. ഹിറ്റ്ലറുടെ പേരായാലും കൊടുത്തിട്ടുള്ളത്. കോഴിയെ പിടിച്ച് കോഴിയുടെ കഴുത്ത് കക്ഷത്തിൽ വെച്ച് കോഴിയെ ഓരോ തൂവല് വീതം പറിച്ചെടുക്കാൻ. എന്നിട്ട് കോഴിക്ക് വേദന കൊണ്ട് കോഴി പൊളയാണ്. എല്ലാ തൂവലും തീർന്നു കഴിഞ്ഞപ്പോ കോഴിയെ അടുത്ത് വിളിച്ച് കോഴിക്ക് കുറച്ച് അരി ഇട്ടുകൊടുത്തപ്പോ കോഴി അങ്ങനെ തിന്നാണ്. കോഴി അങ്ങനെ തിന്നിട്ട് പിന്നെ പോണില്ല. പിന്നെ കോഴി പിന്നെ സ്വന്തമായി മാറുകയാണ്, അവന്റെ ആളെന്നായി മാറുകയാണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ പലപ്പോഴും ഇലക്ഷനിലൊക്കെ നടക്കാറുള്ളത് എന്നാണ്. പരമാവധി അധികാരത്തിലെത്തിയാൽ ജനങ്ങളെ പിഴിഞ്ഞ് അവസാനം കുറച്ച് വറ്റിട്ടെടുത്ത് എല്ലാവരും പിന്നെ അതിനുവേണ്ടി ജീവൻ കളഞ്ഞ് അങ്ങനെയൊക്കെ പോകുന്ന കാഴ്ചപ്പാട് അതല്ല വേണ്ടത്. ജനങ്ങളോടുള്ള ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കണം. ഏതെങ്കിലും ഒരു സമയത്തോ സന്ദർഭത്തോ ചെയ്യേണ്ടതല്ല ഇഹ്സാൻ. അഹ്സിൻ ഇലന്നാസ്, ജനങ്ങളിലേക്ക് ഇഹ്സാൻ ചെയ്യുക. തസ്തഅബിദ് ഖുലൂബഹും. എന്നാൽ അവരുടെ ഹൃദയം ഇങ്ങനെ അവരെ അടിമപ്പെടും ഓട്ടോമാറ്റിക്കലായി. അതൊരു പാർട്ടി ചെയ്താൽ ആ പാർട്ടിയിലേക്ക് ജനങ്ങൾ ഓട്ടോമാറ്റിക്കൽ ചെന്നെത്തും. ഒരു സംഘടന ചെയ്താൽ ആ സംഘടനയിലേക്ക് ജനങ്ങൾ ചെന്നെത്തും. ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് എടുത്തു പറയുകയോ ഇന്നതൊക്കെ ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓട്ടോമാറ്റിക്കലി തസ്തഅബിദ് ഖുലൂബഹും, അവരുടെ ഹൃദയത്തെ നിനക്ക് കീഴടക്കാൻ സാധിക്കും. നമ്മൾ നന്മ ചെയ്തുകൊണ്ടേയിരുന്നാൽ നമ്മളിലേക്ക് ജനങ്ങൾ ആകർഷിക്കപ്പെടും. അല്ലാതെ അതിന് പ്രത്യേക പത്രിക ഒന്നും വേണ്ടതില്ല എന്നുള്ള മനുഷ്യന്മാരൊക്കെ പഠിക്കും. എത്ര മനുഷ്യരെയാണ് ഇഹ്സാൻ അടിമയാക്കി വെച്ചിട്ടുള്ളത്. ഇഹ്സാൻ എന്നത് നമ്മിലുണ്ടായാൽ ജനങ്ങൾ നമുക്കടിമപ്പെടും. ആ ഇഹ്സാൻ കൊണ്ട് ജനങ്ങൾ അവർക്ക് അടിമപ്പെടും. ഒരു പ്രയാസവും അതിന്റെ പേരിൽ വരേണ്ടതില്ല. ജനങ്ങളോട് ഇഹ്സാൻ ചെയ്യണം. ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് ആരോടൊക്കെ ഇഹ്സാൻ ചെയ്യണം. ഏറ്റവും പ്രധാനമായി വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യണം. 4 സ്ഥലത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ജനനത്തിന് കാരണം അല്ലാഹ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് മാതാപിതാക്കളുടെ മുമ്പിൽ നിങ്ങൾ മുഹ്സിനാവണം. വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബ, അടുത്ത ബന്ധുക്കളോട്. അത് ആയത്തിന്റെ അടുത്ത് വരുന്നുണ്ട്. ഈതാഇദിൽ ഖുർബ വബിദിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്ക് ഇഹ്സാൻ ചെയ്യണം. കാരണം അതിന് പബ്ലിസിറ്റി ഉണ്ടാകൂല. ഇൻഷാ അല്ലാഹ് പിന്നെ വിശദീകരിക്കും. വൽയതാമ, യതീം കുട്ടികളോട്. വൽ മസാകീൻ, പാവപ്പെട്ടവരോട്.
വൽ ജാരി ദിൽ ഖുർബ, അടുത്ത ബന്ധുക്കളായ അയൽവാസികളോട്, വൽ ജാരിൽ ജുനുബ്, അകന്ന ബന്ധുക്കളായ അയൽവാസികളോട്. അവിടെ ഒന്നും മതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. വസ്സാഹിബി ബിൽ ജം, ക്ലാസ്മേറ്റ്, റൂംമേറ്റ്, കമ്പനി മേറ്റ്, ജോബ് മേറ്റ്, എല്ലാ സുഹൃത്തുക്കൾ, അടുത്ത സുഹൃത്തുക്കളോട്. വബിന് സബീൽ, വഴിയാത്രക്കാരോട്. കൃത്യമായി ഖുർആൻ പറഞ്ഞു ആരൊക്കെ ഇഹ്സാൻ ചെയ്യണം. മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യണം, അയൽവാസികളോട് ഒക്കെ കൃത്യമായി ഇഹ്സാൻ ചെയ്യണം. മക്കളോട് ഇഹ്സാൻ ചെയ്യണം. പെൺമക്കള് ഹദീസിൽ എടുത്തു പറഞ്ഞ കാര്യമാണ്. പെൺമക്കളോട് ഇഹ്സാൻ ചെയ്യണം. ഒരാൾക്ക് 2 or 3 പെൺകുട്ടികൾ ഉണ്ടായി. ഹദീസിൽ അഹ്സന ഇലൈഹിന്ന, അവരിലേക്ക് ഇവൻ നല്ല രൂപത്തിൽ അവനെ ഇഹ്സാൻ ചെയ്തു, നന്മ ചെയ്തു. ആ പെൺകുട്ടികൾക്ക് കുന്ന ലഹു സിത്റൻ മിനന്നാർ, ആ പെൺകുട്ടികള് അവർക്ക് നരകത്തിൽ നിന്നൊരു മറയായിത്തീരുന്ന. ബേജാറ കണ്ട പെൺകുട്ടികൾ ജനിക്കുമ്പോ പേടിക്കേണ്ടതില്ല, സന്തോഷിക്കണം. ആ കുട്ടികളെ നേരെ വളർത്തിണ്ടാക്കിയാൽ നരകത്തിൽ നിന്ന് മോചനം ആ കുട്ടികളിലൂടെ നമുക്ക് ലഭിക്കും. കുട്ടികളോട് ഇഹ്സാൻ നിങ്ങൾക്കറിയോ? കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യയിൽ ആദ്യമായി ദയാവധം നടന്നത്. യൂഥനേഷൻ, മേഴ്സി കില്ലിംഗ് 2 രൂപത്തിൽ നടക്കും. പല രാജ്യങ്ങളിലും ഉണ്ട്. നെതർലാൻഡിലാണ് ആദ്യമായി നടപ്പാക്കിയതാണെന്ന് എന്റെ ഓർമ്മ. ഒരു മനുഷ്യന് ഇനി ജീവിക്കാൻ കഴിയില്ലെങ്കിൽ അവനെ കൊല്ല. അത് 2 രൂപത്തിലുണ്ട്. ആക്റ്റീവായിട്ടുണ്ട്, പാസീവായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ക്രിയാത്മകമായിട്ടുണ്ട്, നിഷ്ക്രിയമായിട്ടുണ്ട്. സജീവ ദയാവധം, നിഷ്ക്രിയ ദയാവധം. സജീവ ദയാവധത്തിന് ഇതുവരെ അംഗീകാരം നൽകിയിട്ടില്ല. പക്ഷെ ഈ ഹരീഷ് റാണയുടെ 31 വയസ്സുകാരനായ ഹരീഷ് റാണയുടെ ദയാവധത്തിന് വേണ്ടി ഒരുപാട് കോടതി കേസൊക്കെ ആയിട്ട് കഴിഞ്ഞ ആഴ്ച പോയി നടപ്പാക്കി. അത് നിഷ്ക്രിയമാണ്. എന്ന് പറഞ്ഞാൽ ഒരു രോഗി കിടക്കുമ്പോ അദ്ദേഹത്തിന് വേണ്ട ജീവൻ രക്ഷാ മാർഗങ്ങളൊക്കെ പിൻവലിക്കുക. ഓക്സിജൻ ട്യൂബ്, വെന്റിലേഷൻ, അതൊക്കെ ഒഴിവാക്കുക. പിന്നെ ഹരീഷ് റാണയുടെ ദയാവധത്തിലുണ്ടായത് അദ്ദേഹത്തിന്റെ ഭക്ഷണം കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതും ഒഴിവാക്കി എന്നതാണ്. അതാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ചർച്ച. വാർത്തകളിൽ അതിദാരുണമായ സംഭവം എന്ന് സൂചിപ്പിക്കുന്ന അതിനാണ്. ഭക്ഷണം വെള്ളെങ്കിലും കൊടുത്തിട്ട് മരിക്കാൻ അനുവദിക്കായിരുന്നു എന്നാണ്. ഭക്ഷണം വെള്ളമൊക്കെ കൊടുക്കൽ ഒഴിവാക്കിയിട്ട് അദ്ദേഹത്തെ മരിക്കാൻ അനുവദിച്ചുകൊണ്ട് അദ്ദേഹത്തെ ദയാവധം നടത്തി. ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി വിധിച്ചു. അത് നിഷ്ക്രിയ ദയാവധമാണ്. പാസീവ് യൂഥനേഷനാണ്. പാസീവായിട്ട്, നിഷ്ക്രിയമായിട്ടാണ് നടത്തിയത്. പക്ഷെ അതിന്റെയൊക്കെ അത് ശരിയായില്ല എന്നാണ് ബഹുഭൂരിഭാഗം അഭിപ്രായങ്ങളും പറയുന്നത്. പിന്നെ മതങ്ങൾ അധികവും അത് ശരിയായില്ല എന്ന പക്ഷക്കാര് തന്നെയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ദയാവധം നിഷിദ്ധമാണ്. വലാ തഖ്തുലൂ ഔലാദക്കും മിൻ ഇംലാഖ്, നിങ്ങൾ നിങ്ങളെ കുട്ടികളെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഭ്രൂണഹത്യ, അത് പാടില്ല. ദയാവധം പാടില്ല. വയസ്സായ വാപ്പയും ഉമ്മയും സുഖമില്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഇഹ്സാൻ ചെയ്യലും മക്കളുടെ ബാധ്യതയാണ്. അതാണ് വേണ്ടത്. അതാണ് ഇഹ്സാൻ. അതാണ് ഇഹ്സാൻ. സുഖമില്ലാത്ത വയ്യാത്ത ഒരു മകൻ നിത്യരോഗിയാണ്, നോക്കാൻ കഴിയില്ല എങ്കിൽ അവരിലേക്ക് ഇഹ്സാൻ ചെയ്യണം. കൊന്നുകളയാൻ പാടില്ല, ഇഹ്സാൻ ചെയ്യണം. ഏറ്റവും ചുരുങ്ങിയത് ഏതെങ്കിലും ഒരു സന്നദ്ധ സംഘടനയെങ്കിലും ഏൽപ്പിച്ച്, അത് ധാരാളമാണ്. അതൊക്കെ ഇന്ന് ഇതിനോട് അനുബന്ധിച്ച് നടക്കുന്ന കമന്റുകളാണ്. ഒരു സന്നദ്ധ ഇഷ്ടം പോലെ അങ്ങനെയുള്ളവരെ ഏറ്റെടുക്കാൻ ആളുകളുണ്ട്. അവരെങ്കിലും ഏൽപ്പിച്ച് അവരിലേക്ക് ഇഹ്സാൻ ചെയ്യുക എന്ന ഏറ്റവും ചുരുങ്ങിയ രീതിയെങ്കിലും സ്വീകരിക്കലാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധ്യത. കൊല്ലാൻ പാടില്ല. അപ്പൊ ഇഹ്സാൻ ചെയ്യണം എന്നാണ്. അവരിലേക്ക് ഇഹ്സാൻ ചെയ്യണം. നബിന്റെ അടുത്ത് എന്ന് പറയാം, ഞങ്ങൾ യുദ്ധത്തിന് പോരുകയാണ്. എന്തേ നബി ചോദിച്ചത്? നിനക്ക് വയസ്സായ മാതാവോ പിതാവോ ഉണ്ടോ? ഉണ്ട്. എന്നാ അവരൊക്കെ ദയാവധം നടത്തിക്കളാം. എന്നിട്ട് പോരെന്നല്ല പറഞ്ഞത്. എടോ, വാപ്പാന്റെ ഉമ്മാന്റെ അടുത്തേക്ക് മടങ്ങിപ്പോക്. ഇഹ്സാൻ ചെയ്യ്, അവരോടുള്ള സഹവാസം നന്നാക്കുക എന്നാ പറഞ്ഞത്. അവരോടുള്ള സഹവാസം നന്നാക്കുക. ഇതാണ് ഖുർആനിന്റെ നിലപാട്. അല്ലാതെ ഒരിക്കലും ദയാവധമല്ല. അതിന് ഇസ്ലാം സപ്പോർട്ട് ചെയ്യുന്നില്ല, ക്രിസ്തുമതം സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരു മതവും സപ്പോർട്ട് ചെയ്യുന്നില്ല. ആധുനിക സാങ്കേതിക വിദ്യകൾ മാത്രമേ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക.
അപ്പൊ മക്കളോട്, മാതാപിതാക്കളോട്, മൃഗങ്ങളോട് ഫൈദാ ദബഹ്തും ഫഅഹ്സിനുൽ ഖത്ല, നിങ്ങൾ അറുക്കുകയാണെങ്കിൽ മൃഗത്തെ അറുക്കാം, ഭക്ഷിക്കാം. പക്ഷെ നിങ്ങൾ അറുക്കുകയാണെങ്കിൽ ഇഹ്സാൻ ചെയ്യണം. എങ്ങനെ അറുക്കുന്ന ഒരു ജന്തുവിനോട് എങ്ങനെ ഇഹ്സാൻ ചെയ്യാം? നബി തങ്ങൾ പറഞ്ഞു, കത്തി മൂർച്ച കൂട്ടണം, ഹൽഖും മുരിയും, അന്നനാളവും ശ്വാസനാളവും മുറിയണം, പെട്ടെന്നറുക്കണം. മൂർച്ചല്ലാത്ത കത്തി കൊണ്ട് വെച്ച് മൂരാൻ പാടില്ല, അങ്ങനെ അറക്കാൻ പാടില്ല. ഉളയത്തിന് വലിയ നാൾ വരികയാണ്, എല്ലാവരും ഉണ്ട് ഒരു അറുപേരാകല്. ബൈക്കെങ്കിലേ പണിക്ക് നിൽക്കാൻ പറ്റുള്ളൂ, നിൽക്കരുത്. ഓന്റെ 80 ലക്ഷം അല്ല 80,000 കൊടുത്താൽ പോത്താന്ന് എഴുതിയിട്ട് ഓനെ അറുപേരനാകാൻ പാടില്ല. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് പരിചയം ഉണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ, അർത്ഥോളൂ. ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ഒളിയത്താണ് എന്റെ എന്ന് വിചാരിച്ച് സുന്നത്തുവാണെന്നും പറഞ്ഞോണ്ട് നിൽക്കരുത് കത്തിയോട്ട്. കാരണം അത് മൃഗത്തെ കഷ്ടപ്പെടുത്തലാണ്, മൃഗത്തോട് ക്രൂരതയാണ് കാണിക്കുന്നത്. ഇഹ്സാൻ, നിങ്ങൾ എല്ലാറ്റിലും ഇഹ്സാൻ ഉണ്ട്, എല്ലാറ്റിലും അല്ലാഹു തആല ഇഹ്സാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫൈദാ ദബഹ്തും ഫഅഹ്സിനു ദിബ്ഹ, നിങ്ങൾ അറുക്കുകയാണെങ്കിൽ നന്നായി അറുക്കണം. മൃഗത്തെ പ്രയാസപ്പെടുത്താൻ പാടില്ല, വേറൊരു ജീവിന്റെ മുന്നിൽ വെച്ച് അറുക്കാൻ പാടില്ല. ഇങ്ങനൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ട്. നമ്മളൊക്കെ അറുക്കാൻ നേരത്ത് സുന്നത്തും പറന്നും പഠിച്ചുകൊണ്ട് ആ സുന്നത്തൊക്കെ പാടെ കഴിയുമ്പോ തന്നെ പൗതി എത്തിയിട്ടുണ്ടാവും. കൂട്ടിക്കെട്ടലും പൊടിച്ചലും ഒതുക്കലും ഒക്കെ പാടെ കൂടി തീരെ പരിചയമില്ലാത്ത ആളുകളെ കൂടി അത് പാടില്ല. കഴിവുള്ളവർ ചെയ്താൽ മതി, അല്ലാത്തൊരു കഴിവുള്ള പ്രാക്ടീസ് ഉള്ളവരെ ഉപയോഗിക്കട്ടെ, അതൊന്നും പ്രശ്നമില്ല. കാരണം ഇഹ്സാൻ നഷ്ടപ്പെട്ടു പോകരുത്, ചെറിയൊരു കാര്യത്തിന്റെ ഇഹ്സാൻ നഷ്ടപ്പെട്ടു പോകരുത്. അള്ളാഹ് പറഞ്ഞിട്ടില്ലേ, സുലൈമാൻ നബി വരിക, ഒരു ഉറുമ്പ് എഴുന്നേറ്റ് എന്ന് പറയാൻ, യാ അയ്യുഹൻ നംലു ദുഖുലൂ മസാകിനകും, ഉറുമ്പുകളെ നിങ്ങളൊക്കെ നിങ്ങളുടെ മാളങ്ങളിലേക്ക് പോകണം. ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ, അറിയാതെ സുലൈമാനും സൈന്യവും നിങ്ങളെ ചവിട്ടി മതിക്കാതിരിക്കട്ടെ. പണ്ഡിതന്മാർ പറഞ്ഞു, മൃഗങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഇഹ്സാൻ ചെയ്യണം. അനാവശ്യമായി ജീവികൾ കൊല്ലപ്പെടുന്നത് ശ്രദ്ധിക്കണമെന്നൊക്കെയാണ് ഇതിലൂടെ അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു ഉറുമ്പിന്റെ സ്വരത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് കാരുണ്യമാണ്, അതുപോലെ ഇഹ്സാനാണ്. അപ്പോൾ ഇഹ്സാൻ കൊണ്ട് നമ്മൾ നിൽക്കും, എല്ലാറ്റിലും ഇഹ്സാൻ. നിസ്കാരത്തിൽ ഇഹ്സാനുണ്ട്, നിസ്കരിക്കുമ്പോൾ നന്നായി നിസ്കരിക്കുക, സുജൂദ് ചെയ്യുമ്പോൾ നന്നായി സുജൂദിലേക്ക് പോവുക. അങ്ങനല്ലേ ഹദീസിൽ പഠിപ്പിച്ചത്? പെട്ടെന്ന് നിസ്കരിച്ചു വന്നപ്പോ നിസ്കരിച്ചിട്ടില്ല, വീണ്ടും വന്നപ്പോ പോയി നിസ്കരിച്ചു, മൂന്നാമതും നാലാമത് പറഞ്ഞു എനിക്ക് ഇനി ഇതിലധികം കഴിയൂല. അപ്പൊ നബി പോയിട്ട് ഒപ്പം നിന്നിട്ട് റുക്കോയ് ചെയ്ത് നീക്കുമ്പോൾ അവിടെ പിടിച്ചിരുത്തി, അവിടെ നിൽക്ക് കുറച്ചേരം റുക്കോയില്, പിന്നെ എഴുന്നേറ്റു കുറച്ചേരം അവിടെ നിൽക്ക്, സുജൂദിൽ കുറച്ചേരം അവിടെ കിടക്ക്. കാരണം പെട്ടെന്ന് പെട്ടപ്പെടാച്ചു നിസ്കരിച്ചപ്പോഴാണ് നബി തങ്ങൾ അതിൽ ഇഹ്സാൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ആരാധനയിലും മൊത്തത്തില് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാലിക്കാവുന്ന, നമുക്ക് പ്രതിഫലം കിട്ടാകുന്ന ഏറ്റവും നല്ലൊരു മാർഗമാണ് ഇഹ്സാൻ എന്ന് മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാനരെ, സൂറത്തുർ റഹ്മാൻ അതിന്റെ അവസാനത്തിൽ അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യം, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ഇഹ്സാനിന് ഇഹ്സാൻ അല്ലാതെ പ്രതിഫലമില്ല. നമ്മൾ എത്രത്തോളം ഇഹ്സാൻ ചെയ്യുന്നുവോ അത്രത്തോളം പ്രതിഫലം കിട്ടും. അത് അല്ലാഹ് സ്വർഗത്തിൽ അനുഗ്രഹങ്ങൾ വിശദീകരിച്ചിട്ടാണ്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, റബ്ബിനെ പേടിക്കുന്നവർക്ക് 2 സ്വർഗമുണ്ട്. ദവാത്ത അഫ്നാൻ, വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. ഫീഹിമാ ഐനാനി തജ്രിയാൻ, അതിൽ പുഴകളുണ്ട്. ഫീഹിമാ മിൻ കുല്ലി ഫാക്കിയത്തിൻ സൗജാൻ, അതിൽ എല്ലാവിധ പഴങ്ങളുണ്ട്. പിന്നെ അവിടെ ചാരിയിരിക്കാം. മുത്തഖീനാല ഫുർഷിൻ ബതായിനുഹാ മിൻ ഇസ്തബ്റഖ്, പട്ട് നിറച്ച മെത്തയിൽ അവർക്ക് കിടന്നുറങ്ങാം. അവിടെ സുന്ദരികളായ സ്ത്രീകളുണ്ട്. ഇന്നേ വരെ ഒരു പുരുഷസ്പർശം ഏൽക്കാത്ത സ്ത്രീകളുണ്ട്. അവര് യാഖൂത്ത് മർജാൻ, പവിഴങ്ങളെ പോലെയാണ്, മുത്തുകളെ പോലെയാണ്. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ല ഇഹ്സാൻ. നന്മ ചെയ്തവർക്ക് നന്മയല്ലാതെ പ്രതിഫലമുണ്ട്. ലില്ലദീന അഹ്സനുൽ ഹുസ്ന, നന്മ ചെയ്തവർക്ക് നന്മ പ്രതിഫലമുണ്ട്. പ്ലസ് വസിയാദ, അധികമുണ്ട്, ഓഫറുണ്ട്.
ഇഹ്സാൻ ചെയ്തവർക്ക് ഓഫറുണ്ട്. അതെന്താണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്? ഹദീസിൽ വിശദീകരിച്ച പ്രവാചകൻ പറഞ്ഞത്, എല്ലാം കഴിഞ്ഞ് പടച്ചവൻ പറയും, ഇനി എന്തേലും നിങ്ങൾക്ക് ഉണ്ടോ, ഇനി എന്തേലും ആവശ്യമുണ്ടോ ചോദിക്കുമ്പോൾ, ഇനി റബ്ബേ ഇനി എന്താ ഞങ്ങൾക്ക് ആവശ്യം, എല്ലാതും അതിലപ്പുറം കിട്ടിപ്പോയി എന്ന് പറയുമ്പോൾ, ഇല്ല, നിങ്ങൾക്ക് ഇനി ഒരു റുഇയത്ത്, അള്ളാഹുവിനെ കാണുക എന്ന ഒരു ഓഫർ പോലും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ മറ നീങ്ങിയിട്ട് അള്ളാഹുവിനെ കാണും എന്നതാണ്. അതുകൊണ്ട് അവിടേക്ക് എത്തിക്കാൻ ഇഹ്സാൻ ചെയ്യുന്നവരായി നമ്മൾ മാറുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.